ശ്രീ അരുൺ മോഹൻ, നിലവിലിപ്പോൾ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് PM ശ്രീയെ അല്ല എതിർക്കുന്നത്, NEP യെയാണ് എതിർക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ചു എങ്കിലും NEP നടപ്പിലാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളത്. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് തങ്ങൾ ഇതിൽ ഒപ്പുവച്ചത്, അവരുടെ ഫണ്ട് തടയപ്പെടരുതല്ലോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 2 വർഷം എന്തായിരുന്നു എന്നുള്ള ആ ചോദ്യമായി തന്നെ അവശേഷിക്കുന്നുണ്ട്. അതുമാത്രമല്ല, വിദ്യാർത്ഥി സംഘടനകളെയും അധ്യാപക സംഘടനകളെയും ഒക്കെ ഇത് ബോധ്യപ്പെടുത്തിയിട്ടല്ല ഇത്തരമൊരു പ്രവൃത്തിയിലേക്ക് കടന്നത് എന്നുള്ള ആരോപണം മറ്റ് പ്രതിപക്ഷ പാർട്ടികളുമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവരുന്നതിലൂടെ കേന്ദ്ര സർക്കാരിൻ്റെ പല നയങ്ങളും അടിച്ചേൽപ്പിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. അത് ശാസ്ത്രീയ പഠനത്തിൽ ഉൾപ്പെടെ വലിയ വ്യതിയാനങ്ങൾ സൃഷ്ടിക്കും, അല്ലെങ്കിൽ അപക്വമായ കാര്യങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുമെന്നുള്ള ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ഇതിനെല്ലാം താങ്കൾ എങ്ങനെയാണ് പ്രതിനിധീകരിക്കുന്നത്? അതായത് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി തുടക്കം മുതൽ നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിൽ കൃത്യമായി തന്നെ വിമർശനാത്മകമായി അതിനുവേണ്ടിയുള്ള പ്രത്യേക കോറംസ് ഉണ്ട്. നമുക്ക് അക്കാഡമിക് കാര്യങ്ങളിലാണെങ്കിലും സാമ്പത്തികമായി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളായാലും നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്താനുള്ള കൃത്യമായ, അതായത് 14,500 വിദ്യാലയങ്ങളിലാണ് PM ശ്രീ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിൽ 13,056 വിദ്യാലയങ്ങളിലും PM ശ്രീ നടപ്പിലാക്കി തുടങ്ങി കഴിഞ്ഞു. ഈ ഇപ്പൊ എതിർക്കുന്ന സർക്കാരുകൾ, രാഷ്ട്രീയമുള്ള അവിടെ ഈ എതിർക്കുന്നവര് ആരെങ്കിലും ഒരാൾ നടപ്പിലാക്കപ്പെട്ട വിദ്യാലയങ്ങളിലെ അതിനെ സംബന്ധിച്ച് ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന മുംബൈ ജിസ്മോന് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളെ കുറിച്ചൊക്കെ പറഞ്ഞു. എനിക്കറിയാവുന്ന എത്രയോ മുതിർന്ന രാഷ്ട്രീയക്കാരുടെ മക്കള് എൻട്രൻസ് എഴുതി കേന്ദ്രീയ വിദ്യാലയങ്ങളിലും നവോദയ വിദ്യാലയങ്ങളിലും ഇതിനാണ് അഡ്മിഷൻ വാങ്ങുന്നത്. കേന്ദ്രീയ വിദ്യാലയങ്ങളിലും നവോദയ വിദ്യാലയങ്ങളിലും നടത്തുന്ന വർഗീയവൽക്കരണമാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? CBSE വിദ്യാലയങ്ങളിൽ NCERT വിഭാവനം ചെയ്യുന്ന സിലബസിൽ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയപരമായ പരാമർശങ്ങൾ പഠിപ്പിച്ചിട്ട് ആ കുട്ടികളെ വർഗീയവാദികളാക്കി മാറ്റിക്കൊണ്ട് സമൂഹത്തിന് പ്രയോജനമില്ലാത്ത രീതിയിൽ പോവുകയാണ് നിങ്ങൾ കരുതുന്നുണ്ടോ? നമ്മൾ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ എന്തുകൊണ്ടാണ് ഈ നമ്മുടെ NEP എതിർക്കുന്നതിലൊരു വലിയ വിഭാഗം നമ്മുടെ മാധ്യമങ്ങൾ ഉണ്ട് എന്നുള്ളതിന്, മാധ്യമങ്ങൾ വളരെ ഘോരം പല മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൂണ് പോലെ മുളച്ചു പോകുന്ന എൻട്രൻസ് കോച്ചിങ് സെന്ററുകളുടെ എണ്ണം എടുത്ത് നോക്കണം നിങ്ങൾ കേരളത്തിൽ. എന്തുകൊണ്ടാണ് ഒരു വർഷം റിപ്പീറ്റിന് പോയിട്ട് ഈ കുട്ടികൾക്ക് മത്സര പരീക്ഷകളിൽ JEE ആണെങ്കിലും NEET ആണെങ്കിലും ഒക്കെ മത്സര പരീക്ഷകളെ ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു വർഷം എന്തുകൊണ്ട് കോച്ചിങ്ങിന് പോകേണ്ട സാഹചര്യം ഉണ്ടാകും? നേരെ മറിച്ച് ബഹുഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികളിലും ഈ CBSE സിലബസ് നിഷ്കർഷിക്കുന്ന, അത് ഞാൻ പറഞ്ഞത് സ്വകാര്യ വിദ്യാലയങ്ങളാണെങ്കിലും അതേപോലെ തന്നെ കേന്ദ്രീയ വിദ്യാലയമാണെങ്കിലും നവോദയ വിദ്യാലയമാണെങ്കിലും എല്ലാം ഈ വിദ്യാർത്ഥികളുടെ നിലവാരം നമ്മൾ താരതമ്യം ചെയ്ത് നോക്കണം. ഇത് വളരെ കൃത്യമായ ഒരു അധ്യാപകൻ നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 35% ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, 35% ഓൾ പാസ് ആയിരിക്കുന്ന സംവിധാനത്തിൽ 35% മാർക്ക് കിട്ടുന്ന കുട്ടിയെ മാത്രമേ 7ാം ക്ലാസ് മുതൽ മുന്നോട്ട് പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ എന്നൊരു തീരുമാനം സർക്കാർ എടുത്തിരുന്നു. അതിലെന്തിനാണ് വെള്ളം ചേർത്തത്? നമ്മൾ പറയേണ്ടതല്ലേ? 10ാം ക്ലാസ്സിലെത്തുന്ന കുട്ടിക്ക് പേരെഴുതാൻ അറിയാൻ വയ്യാത്ത കുട്ടികൾ, നിരവധിയായിട്ട് കുട്ടികൾ 10ാം ക്ലാസ് പാസ്സായി പ്ലസ് 1 പ്ലസ് 2 വന്നിരിക്കുന്നു. ഞാനിപ്പോൾ ജനറലായിട്ട് മുഴുവൻ കുട്ടികളെ സംബന്ധിച്ച് പറയുന്നല്ല. നമ്മുടെ പഠന നിലവാരത്തിന്റെ കാര്യത്തിൽ മാറി വരുന്ന സർക്കാരുകൾ ഞങ്ങൾ ഭരിച്ച സമയത്ത് അവർക്ക് വിജയ ശതമാനം കൂടുതലായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അധ്യാപകരും, ബഹുഭൂരിപക്ഷം വരുന്ന അധ്യാപകരും, രാഷ്ട്രീയം മനസ്സിൽ വെച്ചുകൊണ്ട് അഭിപ്രായം പറയാത്ത ബഹുഭൂരിപക്ഷം വരുന്ന അധ്യാപകരുടെയും അഭിപ്രായം ഇത് തന്നെയാണ്. നിലവാരമില്ലാതെ ഈ ഓൾ പാസ് എന്നൊരു സംവിധാനവും ലിബറൽ വാല്യുവേഷനും വന്നതിന് ശേഷം നമ്മുടെ കുട്ടികൾ ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. ഒരു പ്ലസ് 2 കഴിഞ്ഞതിന് ശേഷം ഒരു ഹയർ എഡ്യൂക്കേഷൻ പോകുന്ന ഒരു കുട്ടി എന്തുകൊണ്ടാണ് ദേശീയ നിലവാരത്തിലുള്ള പരീക്ഷകൾ എഴുതുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ പിന്നാക്കം പോകുന്നത്? കേരളത്തിലെ IIT എൻട്രൻസ് എഴുതുന്ന സമയത്ത് നീറ്റില് നമ്മുടെ കേരളത്തിൽ നിന്ന് കീമ വിട്ടേക്കൂ നിങ്ങൾ. ഈ കേരളത്തിൽ മാത്രം നടക്കുന്ന പരീക്ഷ ആയതുകൊണ്ട് മത്സര പരീക്ഷകൾ, ദേശീയ നിലവാരമുള്ള മത്സര പരീക്ഷകളിൽ നമ്മുടെ കുട്ടികളുടെ റാങ്ക് 50-ൽ താഴേക്ക് വരുന്നതിന്റെ റീസൺ ഇന്നേ വരെ അതിന് മുകളിലേക്ക് വരാനൊരു സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ സമഗ്രമായി ചർച്ച ചെയ്യുന്നത്. നമ്മൾ പറയുമ്പോൾ പുറമോടിക്ക് ഇതെല്ലാം പറയാം, നമ്മുടെ രാഷ്ട്രീയം ചേർത്ത് പറയാം. പക്ഷേ കുട്ടികളുടെ പഠന നിലവാരം താഴേക്ക് പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞതുപോലെ ഈ പറഞ്ഞ 7ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ്സിലേക്ക് ഓൾ പാസ് കൊടുക്കുന്ന 8 നിന്ന് 9ലേക്ക് 9 നിന്ന് 10ലേക്ക് മാറ്റം വരുമെന്ന് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചു. 35% മാർക്ക് കിട്ടുന്ന കുട്ടിയെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന സാഹചര്യം. പക്ഷെ അവിടെ എന്താണ് പറഞ്ഞത്? ആ കുട്ടിക്ക് പ്രത്യേകമായി കോച്ചിങ് കൊടുത്ത് അതിനുള്ളിൽ നിന്നും കൂടുതൽ കുട്ടികളെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ശ്രമിക്കണം. വളരെ പോസിറ്റീവായിട്ട് അധ്യാപക സമൂഹം മുഴുവൻ അതിനെ എടുത്തു. അവർ രണ്ടാമത് പഠിപ്പിക്കാൻ തയ്യാറായി. ആദ്യത്തെ റിസൾട്ട് പബ്ലിഷ് ചെയ്തതിനു ശേഷം രണ്ടാമത് പഠിപ്പിക്കാൻ തയ്യാറായി. പക്ഷേ
നിങ്ങൾ അന്വേഷിച്ച് നോക്കണം. കേരളത്തിൽ ഒരു ഒറ്റ കുട്ടിയെങ്കിലും 7ൽ നിന്ന് 8ലേക്ക് 8ൽ നിന്ന് 9ലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടാതിരുന്നോ എന്നുള്ളത് പരിശോധിക്കണം. അപ്പോൾ പറയുന്നത് രണ്ടാമത് പഠിപ്പിച്ച അത്രയും കുട്ടികളെ ഞങ്ങൾ കയറ്റി വിട്ടു. പിന്നീടാണ് മനസ്സിലായത് വെറും രാഷ്ട്രീയപരമായി ഞങ്ങൾ എന്തോ മാറ്റം കൊണ്ടുവരുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രം ചെയ്തൊരു കാര്യമാണ്. അല്ലെങ്കിൽ കേവലം ഒരു വർഷം മുഴുവൻ പഠിപ്പിച്ചൊരു കാര്യം ഒരു മാസം കൊണ്ട് ഒരു കുട്ടിയെ പഠിപ്പിച്ച് ആ കുട്ടി പാസ്സായി നമ്മൾ വിശ്വസിക്കും. അപ്പോൾ ഒരു കുട്ടി പോലും പ്രൊമോട്ട് ചെയ്യപ്പെടാതിരിക്കരുത് എന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വളരെ കൃത്യമായി സർക്കുലർ ഇറക്കിയിട്ടില്ല. അതാണ് നമുക്ക് ഏറ്റവും വലിയ കോമഡി. ഒരു സർക്കുലർ ഇറക്കി അത് പബ്ലിക് ഡൊമൈനിലേക്ക് വന്നാൽ അത് അവരുടെ ഒരു നാടകമാണെന്ന് മനസ്സിലാക്കുമെന്നായതുകൊണ്ടായിരിക്കണം അധ്യാപകർ കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തു. ഇല്ലെങ്കിൽ ഇതേ അധ്യാപകരോട് നാളെ ചോദ്യം വരും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് അത് ചെയ്യാൻ എന്തുകൊണ്ട് നിങ്ങൾ തയ്യാറാകുന്നത്? അങ്ങനെ അധ്യാപകരെ രാഷ്ട്രീയ അടിമകളാക്കി മാറ്റുന്ന പരിപാടി ദയവ് ചെയ്ത് കേരളത്തിൽ അവസാനിപ്പിക്കണം. സിലബസിലെ കരിക്കുലത്തിലൊക്കെ ഇങ്ങനെ രാഷ്ട്രീയം കടന്നു വരുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എനിക്ക് ചോദിക്കാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, 127 വിദ്യാർത്ഥികൾ, ട്രൈബൽ വിദ്യാർത്ഥികൾ, ജിസ്മോൻ അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല, OR കേളുവിന്റെ സ്വന്തം പഞ്ചായത്തിൽ ഒരു മന്ത്രിയാണല്ലോ അദ്ദേഹത്തിന്റെ സ്വന്തം പഞ്ചായത്തിൽ 127 ട്രൈബൽ വിദ്യാർത്ഥികൾ 3 ക്ലാസ് റൂമിലായിട്ട് 2 ദിവസം ചെലവഴിക്കേണ്ട സാഹചര്യം ഉണ്ടായി. അത് കാര്യം എന്താ? ഹോസ്റ്റലിലേക്ക് അവരെ പണത്തിന്റെ പോരായ്മ. ഇപ്പം ഈ പണം ഉണ്ട്, എല്ലാം സ്മാർട്ട് ക്ലാസ്സുമായി. ജിസ്മാൻ അല്പം പറഞ്ഞു, എനിക്ക് കേട്ടത് വിഷമം തോന്നിപ്പോയി. 45,000 സ്മാർട്ട് ക്ലാസ് റൂമുകൾ ശരിയാണ് സർക്കാർ കൊടുത്തിട്ടുണ്ട്. എത്ര പ്രവർത്തിക്കാൻ നിങ്ങൾ അറിയാമോ? 45,000 ക്ലാസ് റൂമുകൾ എത്ര പ്രവർത്തനക്ഷമമാണെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഇത് മുഴുവൻ നടക്കുന്നുണ്ട്, ഇതൊരു വശത്തോടി നടക്കുന്നുണ്ട്. ഞാനത് രാഷ്ട്രീയപരമായിട്ട് ആരോപണം ഉന്നയിക്കാനത് ഞാൻ തയ്യാറാവുന്നില്ല. പരീക്ഷാ ഫീസ് ഓൺ ഫണ്ടിൽ നിന്ന് കണ്ടെത്തണമെന്ന് സ്കൂളുകൾക്ക് നിർദ്ദേശം കൊടുത്ത പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിൽ മാത്രമായിരിക്കും ഒരുപക്ഷെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് കുട്ടികൾക്ക് പരീക്ഷാ ഫീസ് ഇത് ഇവര് തുടക്കത്തിൽ അടയ്ക്കുന്ന പണമാണ്. 2 തരത്തിലാണ് ആദ്യം അടയ്ക്കുന്ന പണത്തെ സർക്കാർ കാറ്റഗറൈസ് ചെയ്ത് നമുക്കറിയാം. ഒന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്കും പോകും, ഒന്ന് വിദ്യാലയത്തിന് ഓൺ ഫണ്ടിലേക്കും പോകും. ഓൺ ഫണ്ടിലായി ഇന്ന കാര്യങ്ങൾക്ക് മാത്രമാണ് വിനിയോഗിക്കേണ്ടത്. കൃത്യമായ നിഷ്കർഷതകൾ ഉള്ള ഒരു സാഹചര്യത്തിൽ ഓൺ ഫണ്ടിൽ നിന്ന് പണം എടുത്ത് നിങ്ങൾ പരീക്ഷ നടത്തിക്കോളൂ എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ്, ഉച്ചഭക്ഷണത്തിന് ഹെഡ്മാസ്റ്റർമാർക്ക് ഞങ്ങൾ ശമ്പളം കൊടുക്കുന്നത് ഉച്ചഭക്ഷണത്തിന് കൂടി വേണ്ടിയാണ് അവരുടെ ശമ്പളം എന്ന് പറയുമ്പോൾ ആരും പ്രതികരിക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്നറിയാം. അതാണ് ഈ രാഷ്ട്രീയ അടിമത്വം എന്ന് പറയുന്നത്. അധ്യാപകര് ആരും ഈ പറഞ്ഞതുപോലെ കാര്യം പിന്നീട് നേരിടേണ്ടി വരുന്നത് ഭീകരമായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് അവരെ സംബന്ധിച്ചോളം. ഇതിൽ നിന്നൊക്കെ ഒന്ന് മുക്തമാകാൻ നിങ്ങൾക്കറിയാമോ? PM പോഷണം സമഗ്ര ശിക്ഷയും സമന്വയിപ്പിച്ചുള്ള ഭക്ഷണ പദ്ധതിയാണ് NEP വിഭാവനം ചെയ്തത്. ഒരു കാരണവശാലും നമ്മുടെ കുട്ടിക്ക് ഭക്ഷണം ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലേക്കോ അധ്യാപകർക്ക് ശമ്പളവുമായി ബന്ധം, ഇനി അത് പറയാമല്ലോ, 16,000 അധ്യാപകർക്ക് ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് 16,000 അധ്യാപകർ ശമ്പളം ലഭിക്കാതെ ഈ കേരളത്തിൽ ജോലി ഉണ്ടെന്നുള്ളവർ അറിയാമോ? ഈ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ പോയി ഈ അധ്യാപകരെല്ലാം വേണ്ടി അവരുടെ ആശങ്ക അറിയിച്ചു. NSSന്റെ മാനേജ്മെന്റ് അവർക്ക് അനുകൂലമായ വിധി സുപ്രീം കോടതിയിൽ നിന്ന് സമ്പാദിച്ചത് കൊണ്ട് അവർക്കത് ലഭിക്കുന്നുണ്ട്. അപ്പൊ സമാനമായ സാഹചര്യത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഭിന്നശേഷി അധ്യാപകരുടെ നിയമനം നടപ്പിലാക്കേണ്ടത്. ഇപ്പം ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, ബ്ലൈൻഡ് ആണെങ്കിൽ ഒരു ബ്ലൈൻഡായ അധ്യാപനം മാത്രമേ അവിടെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇങ്ങനെ ഒരു ടെക്നിക്കൽ പ്രോബ്ലം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായതാണ്. പക്ഷേ ചെയ്യേണ്ടുന്ന കാര്യം അതിലൊക്കെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് അടിയന്തരമായി ഈ ഡെയിലി വേസ് ഉള്ള അധ്യാപകർക്ക് BLOമാരുടെ ഡ്യൂട്ടി കൊടുത്തിരിക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും അടുത്ത് വന്നിരിക്കുന്ന വാർത്ത എനിക്ക് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എനിക്കറിയില്ല. അതായത് താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാതെ അവരെ കൊണ്ട് ഇപ്പം ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വേണ്ടി അവർക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു, അവരുടെ പേര്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ കേരളത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ സാമ്പത്തികമായും അതേപോലെ സാംസ്കാരികപരമായും ഒരു വലിയ മുന്നേറ്റം കേരളം വലിയ സാംസ്കാരിക മുന്നേറ്റം കൈവരിച്ചിട്ടുള്ള സംസ്ഥാനമാണ്. ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്ന നേട്ടങ്ങൾ, NEPയുടെ നേട്ടങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് മാത്രമാണ് എന്റെ പറയാൻ. അതെ, തീർച്ചയായും.